വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ തുടർന്ന് ആദ്യമായി പ്രതി അഫാൻ നടത്തിയത് സ്വന്തം വീട്ടിൽ സ്വന്തം ഉമ്മയ്ക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. ആ ആക്രമണം നടത്തിയ വീട്ടിലാണ് പിന്നീട് വൈകുന്നേരത്തോടുകൂടി തൻ്റെ കുഞ്ഞനുജനെയും കാമുകിയായ ഫർസാനയെയും അഫാൻ കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തി കഴിഞ്ഞ വീട് ഇപ്പോഴും പോലീസിൻ്റെ സീൽ പതിച്ച നിലയിലാണ്. വീട് ഇതുവരെ വീട്ടുകാർക്ക് തുറന്ന് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച മറ്റ് ചില വിവരങ്ങൾ ലഭ്യമായത്. ഈ വീട്ടിൽ നിന്നാണ് അഫാൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. ഈ വീട്ടിൽ ഇനി ആരെങ്കിലും പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള ചില തെളിവുകൾ നഷ്ടപ്പെടാൻ ഇടയാകും എന്ന് പോലീസ് വിശ്വസിക്കുന്നു. അതിന് കാരണം ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ള ഈ അഫാൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ അതിൻ്റെ അവസാന റിപ്പോർട്ട് വന്നിട്ടില്ല. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരിക്കൽ കൂടി ഈ വീട്ടിനുള്ളിൽ അഫാൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടി വരും എന്ന് പോലീസ് ഊഹിക്കുന്നു. അതുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അവസാനമായ ഭാഗം കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി ഈ വീട്ടിലേക്ക് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഈ പ്രവേശനം അതുകൊണ്ട് മാത്രമാണ് പോലീസ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഈ വീട് സീൽ ചെയ്തിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കേണ്ടതായ പിതാവ് റഹിമും മാതാവ് ഷെമിയും ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന് തീർത്തും തീരുമാനിച്ചിരിക്കുകയാണ്. മക്കൾ ഇല്ലാത്ത വീട്ടിലേക്ക് ഇനി പോയിട്ടെന്ത് കാര്യം എന്നാണ് ഇവർ രണ്ടുപേരും ചോദിക്കുന്നത്. ആ വീട്ടിൽ ഇനി ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. ജീവിതത്തിൽ ഞങ്ങൾക്കൊരിക്കലും സ്വസ്ഥത കിട്ടുകയും ഇല്ല. അത്രത്തോളം മഹാപാതകമാണ് ഞങ്ങളുടെ മൂത്ത മകൻ കാട്ടിക്കൂട്ടിയത്. ഈ വീട്ടിനുള്ളിലാണ് ഞങ്ങളുടെ ഇളയ മകൻ്റെ ചോര പരന്ന് കിടക്കുന്നത്. ആ ചോരക്കറയിൽ ചവിട്ടി ഞങ്ങൾക്ക് എങ്ങനെയാണ് ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? മുകളിലത്തെ നിലയിൽ അഫാൻ്റെ കാമുകിയുടെ ചോരയും അഫാൻ ഉപയോഗിച്ചിരുന്ന മുറിയിൽ തന്നെ ചിതറി തെറിച്ച് കിടക്കുകയാണ്. അതെല്ലാം ഞങ്ങൾക്ക് കഴുകിക്കളയാൻ കഴിയും. പക്ഷേ ആ രക്തക്കറ ഞങ്ങളുടെ മനസ്സിലേക്കാണ് പതിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സങ്കടഭാരവും പേറിക്കൊണ്ട് ആ വീട്ടിനുള്ളിൽ ഞങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്നാണ് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നത്. ഇനി ആ വീട്ടിലേക്ക് ഒരിക്കലും മടക്കയാത്ര ഇല്ലെന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനവും. ഇവർക്ക് വേണ്ടി ഒരു വീട് വെച്ച് നൽകുന്നതിന് 24 ചാനലിലെ MD ശ്രീകണ്ഠൻ നായർ തയ്യാറാവുകയും അദ്ദേഹം ആശുപത്രിയിലെത്തി ഷെമിയോട് ആ വിവരം പറയുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇത്തരം ഓഫർ റഹീമിനോടും ഷെമിയോടും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാരുണ്യമുള്ള ആ മനസ്സിനെ പലരും പിന്നീട് പഴി പറയുകയുണ്ടായി. പക്ഷേ എടുത്ത തീരുമാനത്തിൽ നിന്നും ശ്രീകണ്ഠൻ നായർ ഇപ്പോഴും പിന്മാറിയിട്ടില്ല. അവർ വീട് വെച്ച് കൊടുക്കാൻ തന്നെയാണ് ശ്രീകണ്ഠൻ നായരുടെ തീരുമാനം. പക്ഷേ അതിനുവേണ്ടിയുള്ള സ്ഥലം നൽകേണ്ടതുണ്ട്. ആ സ്ഥലം നൽകാൻ വെഞ്ഞാറമൂട് ജമാഅത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനായി അവർ വളരെ അധികം വില കൊടുക്കാതിരിക്കുന്ന ഒരു സ്ഥലം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ആ വിവരം ശ്രീകണ്ഠൻ നായരെ അറിയിക്കുകയും വീട് പണി തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലേക്കാവും ഇനി ഷെമിയും റഹീമും താമസിക്കാൻ പോകുന്നത്. നിലവിൽ റഹീമിന് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ താമസിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വീട് ഈ മരണപ്പെട്ടുപോയ ഉമ്മുമ്മയുടെ ഒരു മകളുടെ പേരിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്.
അവരവിടെ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റഹീമിന് കൂടുതൽ ദിവസം അവിടെ ഇനി താമസിക്കാൻ കഴിയുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ താമസ സ്ഥലം റഹീമിന് അത്യാവശ്യമാണ്. ഷെമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു കാരുണ്യ ഭവനിലെ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഷെമിക്ക് ഉടനെ മറ്റൊരു സ്ഥലത്തേക്ക് ചികിത്സ തീരാതെ പോകാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ റഹീമിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു അനിശ്ചിതാവസ്ഥ ഉള്ളൂ താനും. എന്തായാലും ഇപ്പോൾ അവരുടെ പഴയ വീട്ടിലേക്ക് മക്കളോടൊപ്പം സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന 8 വർഷമായി ആ വീട്ടിൽ തുടർന്നിരുന്ന ഈ മാതാപിതാക്കൾ തങ്ങളുടെ 2 മക്കളും ഒരാൾ ജയിലിലും ഒരാൾ ഖബറിലുമായ സ്ഥിതിക്ക് അവിടേക്ക് പോയി വീണ്ടും ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല താനും. അവർ ഇനി അഥവാ പോലീസ് സീല് മാറ്റി ഈ വീട് തുറന്നു കൊടുത്താലും ആ വീട്ടിൽ താമസത്തിനായി ഇവർ പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അത് ഒരുപക്ഷെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി, കാരണം ആ രക്തക്കറയൊക്കെ ഇപ്പോഴും ആ മുറികളിൽ ഉണ്ട് താനും. അന്ന് നടന്നത് എന്താണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ആ വീടിൻ്റെ ഉൾവശം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിൽ പോലും ആരും ഇതുവരെ കയറിയിട്ടില്ല, പോലീസ് അല്ലാതെ. പോലീസ് അവിടെ ശരിക്കും സീൽ പതിക്കുകയും ലോക്കിട്ട് ഗേറ്റ് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൻ്റെ മുൻവശത്ത് പോലും ഇപ്പോൾ ചെടികൾ ഇപ്പോൾ വളർന്നു തുടങ്ങിയിരിക്കുന്നുണ്ട്. വീട്ടിനകത്തേക്ക് ഇനി എന്ന് കയറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പോലീസിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഫോറൻസിക് റിപ്പോർട്ട് ഫൈനലായി കിട്ടിയതിന് ശേഷം പോലീസ് തീർച്ചയായും ഈ വീട് ഇവർക്ക് തുറന്നു കൊടുക്കും. ഇവർക്ക് താമസിക്കാമെങ്കിൽ അവർക്ക് താമസിക്കാം. അഥവാ ഇനി ഈ വീട് അവർ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യുകയും ചെയ്യാം. കാരണം അവരുടെ കടബാധ്യത തീർക്കണം എങ്കിൽ ഇനി ഇതല്ലാതെ ഒരു പോംവഴി അവരുടെ മുന്നിൽ ഇല്ലതാനും. അതുകൊണ്ട് വീട് അഥവാ തുറന്നു കൊടുത്ത് വീടെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം റഹീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒരു പക്ഷേ ഈ വീട് വിൽക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അത് നടന്നാൽ മാത്രമേ ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ കഴിയുകയും ഉള്ളൂ. ഷെമിയുടെയും റഹീമിൻ്റെയും ദുരന്തം വളരെ വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഒരു മകൻ പെട്ടെന്ന് ഒരു ദിവസം ഇത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതക പരമ്പര നടത്തും എന്ന് സ്വപ്നത്തിൽ കാണാൻ പോലും ഒരു മാതാപിതാക്കളും ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിൽ കളിയും ചിരിയും തമാശകളും കൊണ്ട് നിറഞ്ഞ വീടായിരുന്നു. റഹീം വിദേശത്താണെങ്കിലും ഉമ്മയും മക്കളും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വീട്ടിൽ ഇതുവരെ കഴിഞ്ഞിരുന്നത്. അവർ വീട്ടിൽ ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല. അവർ 3 പേരും കൂടി ചേർന്നാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഉമ്മയും അഫാനും അഫ്സാൻ എന്ന് പറയുന്ന ഇളയ അനുജനും എല്ലാ കാര്യങ്ങളും അവർ ആലോചിച്ച് തന്നെയാണ് ചെയ്തിരുന്നതും. ഉമ്മയും മക്കളും തമ്മിൽ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു എന്ന് നാട്ടുകാരും അയൽക്കാരും പറയുന്നുമുണ്ട്. ഷെമിയും അഫാനുമൊക്കെ ഇത് അടിവരയിട്ട് ശരിവെക്കുന്നുമുണ്ട്. അവരെല്ലാം ഒരേ കണ്ണികളിലെ ഇണകൾ പോലെ അവർ ജീവിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഈ അഫാൻ ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിലേക്ക് ഒരുമ്പെട്ടത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹത. അത് മറുപടി പറയാൻ അഫാനല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല.